بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. عمدة الأحكام من كلام خير الأنام. കിതാബ് തഹാറ ഒന്നാമത്തെ കിതാബാണ് കിതാബ് തഹാറ. അതിലെ രണ്ടാമത്തെ ഹദീസ് വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖ്ബലുല്ലാഹു സ്വലാത അഹദികും ഇദാ അഹ്ദത ഹത്താ യതവല്ല. ഇമാം ബുഖാരി ബാബു സ്വലാത്ത് മുസ്ലിം ബാബു വുജൂബി തഹാറ അത് രണ്ട് ബാബിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം മുസ്ലിമും ഇമാം ബുഖാരിയും ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസാണ്. ലാ യഖ്ബലുല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല സ്വലാത്ത അഹദിക്കും നിങ്ങളിൽ ഒരാളുടെ നിസ്കാരം ഇദാ അഹ്ദസ അശുദ്ധിയായാൽ ഹത്താ യതവല്ല അവർ വുദൂ ചെയ്യുന്നത് വരെ. ഇതാണ് ഹദീസ്. ഹദീസിന് ഒന്നാമത്തെ ഭാഗം ലാ യഖ്ബലുല്ലാഹു അല്ലാഹു സ്വീകരിക്കുകയില്ല. അപ്പോൾ അല്ലാഹുവിൻ്റെ ഭാഗത്തിലുള്ള കബൂല് രണ്ട് രീതിയിലുണ്ടാവുക. കബൂലില്ലായ്മ രണ്ട് രീതിയിലാണ്. ഒന്ന്, ഒരു ഇബാദത്തിൽ ആ ഇബാദത്തിൽ ചെയ്യേണ്ട ഒരു വാജിബ് ഒഴിവാക്കി, തർക്കുൽ വാജിബ്. അപ്പോൾ അതല്ല ലാ യഖ്ബൽ അത് ഇബാദത്ത്. അല്ലെങ്കിൽ ഫിഅലുൽ മഹ്മൂദ്, ആ ഇബാദത്തിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യുക. ഈ രണ്ട് കാര്യത്തിൻ്റെ പിറകെ ലാ യഖ്ബൽ വന്നാൽ അതിനർത്ഥം എന്താണ്? ആ ഇബാദത്തിൽ ആ തസ്സീഹ്. ഇനി ഇതല്ലാത്ത മറ്റുള്ള കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും? ലാ യഖ്ബൽ എന്ന് വരും, ഇബാദത്തിന് ഖബൂലില്ല എന്ന് വരും. അതിൻ്റെ അർത്ഥം എന്താണ്? നഫ്യുൽ കമാലാണ്. നഫ്യുൽ കമാൽ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിൻ്റെ ശിക്ഷ എന്നോണം ഈ വിഭാഗത്തിൻ്റെ നന്മ ഇല്ലാതെ, പ്രതിഫലം ഇല്ലാതാകും. ഉദാഹരണം എന്താണ്? ഒരു ഹദീസ്, മൻ അതാ അർറാഫ ഫസഅലഹു ലൻ തുഖ്ബല ലഹു സ്വലാത്തുൽ 40 സബാഹ. 40 ദിവസം ഓന് നിസ്കാരം സ്വീകരിക്കുകയില്ല. അർറാഫ് നമ്മൾ ജോത്സൻ. ആരെങ്കിലും ജോത്സൻ്റെ അടുക്കിലേക്ക് പോവുകയും അവനോട് ഭാവി കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്താൽ 40 ദിവസത്തെ അവൻ്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇതേതാണ്? നിസ്കാരമായിട്ട് ഇബാദത്തായിട്ട് യാതൊരു ബന്ധമില്ല ചെയ്ത പ്രവർത്തനത്തിൽ. അപ്പം ഇബാദത്തിലുള്ള തർക്കുൽ വാജിബ് അല്ല, ഫിഅലുൽ മഹ്ദൂറും അല്ല. അതുകൊണ്ട് ആ നിസ്കാരത്തിൻ്റെ ഹുക്ം എന്തായിരിക്കും? സഹീഹ്. നിസ്കാരം സഹീഹാണ്, പക്ഷെ എന്തില്ല? കമാലെത്തില്ല. അല്ലെങ്കിൽ ആ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ എന്നോണം ഇതിൻ്റെ പ്രതിഫലം ഇല്ലാതായി. മറ്റൊരു ഹദീസ്, മൻ ശരിബൽ ഖംറ ലൻ തുഖ്ബൽ ലഹു സ്വലാത്തുൽ 40 സബാഹ. ആരെങ്കിലും കള്ള് കുടിച്ചാൽ 40 ദിവസം അവൻ്റെ നിസ്കാരം എന്താവില്ല? സ്വീകരിക്കപ്പെടുകയില്ല. അപ്പം കള്ളു കുടിച്ച ഒരാൾ നിസ്കരിച്ചാൽ അവൻ്റെ നിസ്കാരം ഹുക്ം എന്താ? സഹീഹ്. അത് സിഹത്തിനെ ബാധിക്കുന്നില്ല. കാരണം എന്താണ്? അത് ആ ഇബാദത്തിലുള്ള തർക്കുൽ വാജിബല്ല, ഫിഅലുൽ മഹ്ദൂറും അല്ല. അപ്പോൾ എന്താണ്? അത് ഓൻ ചെയ്തൊരു തെറ്റിൻ്റെ മുഖാബിലായിട്ട്, അതിൻ്റെ ഇസ്മിന് മുഖാബിലായിട്ട് ഇതിൻ്റെ സവാബില്ലാതാവുകയാണ്. അപ്പോൾ നിസ്കാരത്തിന് കൂലിയില്ല. അതാണ് ലാ യഖ്ബലു ലം യുഖ്ബൽ അല്ലെങ്കിൽ ലൻ തുഖ്ബൽ എന്ന് റസൂൽ പറഞ്ഞത്. ദിമ്മത്ത് ഒഴിവാക്കുന്നത്. കാരണം നിസ്കാരം സഹീഹാണ്. നിസ്കാരം സഹീഹായ എന്തായി? ദിമ്മത്ത് ഒഴിവായി. ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഈ ഹദീസിൽ പറഞ്ഞ ലാ യഖ്ബലുല്ലാഹു അത് എന്തിനെ അറിയിക്കുന്നു? നഫ്യു സിഹ. ആ നിസ്കാരം എന്തല്ല? സഹീഹല്ല എന്നതിന്. കാരണം എന്താണ്? അതിൽ തഹാറത്ത് എന്താണ്? ഷർത്താണ്, വാജിബാണ് അല്ലേ? ഷർത്ത് ഒഴിവായപ്പോൾ, തർക്കുൽ വാജിബ് ഒഴിവായപ്പോൾ ആ നിസ്കാരത്തിൻ്റെ സിഹത്തിനത് ബാധിച്ചു. രണ്ടും വാക്ക് വ്യത്യാസം മനസ്സിലായില്ല. അടുത്ത മസല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ സ്വലാത്തു അഹദിക്കും എന്നാണ് പറഞ്ഞത്. സ്വലാത്ത് അഹദിക്കും, നിങ്ങളുടെ ഒരാളുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. അവിടെ
സ്വലാത്ത് മുഫ്രദാണ് മുലാഫ. മുഫ്രദ് മുലാഫ എന്തിൻ്റെ സിയ? മമ്മൂമിൻ്റെ സിയാണ്. അപ്പം എല്ലാ നിസ്കാരം സ്വലാത്ത് എന്ന് പറയുന്ന എല്ലാം അതിൽ പെട്ടു. ഇവിടെയാണ് ഹനഫി മദ്ഹബ് മറ്റുള്ള 3 മദ്ഹബ് ഫിഖ്ഹി മദ്ഹബുകൾ പരസ്പരം ഇഖ്തിലാഫുന്ന ആകുന്നൊരു വിഷയം സ്വലാത്തുൽ മയ്യിത്ത്. സ്വലാത്തുൽ മയ്യിത്തിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ദുആ ആണ്, അതിനെന്തില്ല വുളൂ വേണ്ട. മറുവിഭാഗം പറഞ്ഞു വുളൂ ആണ്, കാരണം റസൂൽ സ്വലാത്ത് എന്ന് ഉപയോഗിച്ചത് അല്ലേ, സ്വല്ലു അലാ സാഹിബിക്കും. ആ 2 ദിനാർ കടം വെച്ചൊരു സഹാബിക്കും റസൂൽ എന്താ പറഞ്ഞാൽ സ്വല്ലു അലാ സാഹിബിക്കും. ഇപ്പോൾ സ്വലാത്ത് എന്ന വാക്കാണ് റസൂൽ ഉപയോഗിച്ചത്. ഇപ്പോൾ ഷാരിഇ ഒരു വാക്ക് ഒരു ലുഗത്ത് ഉപയോഗിച്ചാൽ ആ ലുഗത്തിൻ്റെ എന്തിനാണെന്ന് മുന്തിക്കുക? ഷറഈനല്ലേ മുന്തിക്കുക. അപ്പോൾ നിസ്കാരം മയ്യിത്ത് നിസ്കാരം സ്വലാത്താണ്. അപ്പോൾ എന്ത് വേണം? അതിന് തഹാറത്ത് ഷർത്താണ്. ആണ് സ്വലാത്ത് അഹദിക്കും. മുഫ്രദ് മുദാഫ് എന്തിനെ അറിയിക്കുന്നു? ആമിനെ അറിയിക്കുന്നു. അപ്പോൾ എല്ലാ നിസ്കാരവും ഫർളാണെങ്കിലും വാജിബാണെങ്കിലും സുന്നത്താണെങ്കിലും വിത്രാണെങ്കിലും റവാത്തിബാണെങ്കിലും ജുമയാണെങ്കിലും സ്വലാത്തുൽ ജനാസത്താണെങ്കിലും മുത്ലഖായ സുന്നത്ത് നിസ്കാരമാണെങ്കിലും തഹാറത്തില്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതിൻ്റെ അർത്ഥം ലാ തസിഹു സ്വലാത്തുഹു, അങ്ങനെ നിസ്കാരം സഹീഹാവുകയില്ല. ഇനി അടുത്ത ഇദാ അഹ്ദത. ഈ അഹ്ദത എന്ന വാക്ക് ഹദീസിൽ തന്നെ പല രീതിയിൽ വന്നിട്ടുണ്ട്. ഹദീസിൽ ഒന്ന് ഒരു ഹറാമായ കാര്യം ചെയ്യുന്നതിന് അഹ്ദത എന്ന വാക്ക് ഉപയോഗിക്കും. രണ്ടാമത്തത് കുഫ്ർ ചെയ്യുന്നതിന് ഉപയോഗിക്കും. 3 ഒരു ബിദ്അത്ത് ചെയ്യുന്നതിനും അഹ്ദത എന്ന വാക്ക് ഉപയോഗിക്കും. ഒരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ട സഹിഹായി സ്ഥിരപ്പെട്ട ഹദീസ്, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, ലഅന അല്ലാഹു മൻ ആവാ മുഹ്ദിസൻ. അർത്ഥം ഹറാം ചെയ്ത ആൾ, ഫിസ്ക് ചെയ്ത ആൾ. കഖൗലിഹി ഇദാ അഹ്ദത. അതുപോലെ തന്നെ എന്താണ്? മൻ അഹ്ദത ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആ അഹ്ദത എന്താണ്? ബിദ്അത്ത് ചെയ്ത. അങ്ങനെ അഹ്ദത്തിന് പല അർത്ഥം. പക്ഷേ ഇവിടെയുള്ള അർത്ഥം എന്താണ്? അഹ്ദത വെച്ചാൽ കുളിയും അല്ലെങ്കിൽ വുദു അല്ലെങ്കിൽ കുളി നിർബന്ധമാകുന്ന കാര്യം ചെയ്യും. ഈ അഹ്ദത്തിൻ്റെ ഉദ്ദേശം എന്താണ്? കുളി അല്ലെങ്കിൽ വുദു നിർബന്ധമാകുന്ന കാര്യം ചെയ്തു. ആ ചെയ്തത് ചെറിയ അശുദ്ധിയുള്ള കാര്യമാണെങ്കിൽ വുദു നിർബന്ധമാകും, വലിയ ശുദ്ധിയാണെങ്കിൽ കുളി നിർബന്ധമാകും. ഹത്താ യതവദ്ദ. ആ ഹത്ത എന്തിൻ്റെ അർത്ഥത്തിലാണ്? ഗായത്തുൽ മാന, ഗായത്തിൻ്റെ അർത്ഥത്തില. ഇലാ അൻ യതവദ്ദ, വുദു ചെയ്യുന്നത് വരെ അവരുടെ നിസ്കാരം സഹീഹല്ല. ഇതാണ് ഹദീസിൻ്റെ പൂർണ്ണമായ അർത്ഥം. അതിന് ഈ ഹദീസിൽ കിട്ടുന്ന ഫായിദകൾ, ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഖ്തിയാരിയായ ഒരു സിഫത്താണ്. എന്ത്? ഫിഅലാണ് ഖബൂൽ. അല്ലാഹു ഇഖ്തിയാരിയായ എന്തുണ്ട്? ഫിഅലുണ്ട് അല്ലേ? കലാം അല്ലാഹുവിൻ്റെ ഇഖ്തിയാരിയായ ഫിഅലാണ്. ഖുദ്റത്ത് ഇഖ്തിയാരിയതാണ്. ലഹ്ക്ക്, ഗളബ്, സുഖ്ത്, പിന്നെ ഖബൂൽ, റിള, ഇതൊക്കെ അള്ളാഹിൻ്റെ ഇഖ്തിയാരിയ സിഫത്താണ്. എന്നുവെച്ചാൽ എന്താണ്? അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് ചെയ്യും. എപ്പോഴാണ് ഉദ്ദേശിക്കുന്നത്, എതിനാണ് ഉദ്ദേശിക്കുന്നത് അവിടെ ചെയ്യും. മതശാ കൈഫശാ എല്ലാം നുസൂല് ഇഖ്തിയാരിയ ഫീലാണ്, അല്ല സിഫത്താണ്. രണ്ടാമത്തെ ഷർത്ത്, എല്ലാ നിസ്കാരത്തിനും തഹാറത്ത് ഷർത്താണ്. മൂന്നാമത്തെ ഫായിദ, ഒരു വുദൂ ഇല്ലാത്ത ഒരാൾ, അശുദ്ധിയായ ഒരാൾ മറന്നുകൊണ്ട് നിസ്കരിച്ചു. ഈ ഹദീസിൽ കിട്ടുന്ന മസലയാണ്. ഒരാൾ ഹദത്താണ് എന്നുള്ള കാര്യം മറന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യം ഹദത്താവുമെന്നുള്ള ജഹല് കൊണ്ട് ഒരാൾ എന്ത് ചെയ്തു? ഒട്ടകത്തിൻ്റെ മാംസം തിന്നു, ഇറച്ചി തിന്നു. ഒട്ടകത്തിൻ്റെ ഇറച്ചി തന്ന ഉദ്ദൂ മുറി. അല്ലെങ്കിൽ ഉദാഹരണം പറയുന്നത് ഹത്താ യൻസരിഫ സൗത്ത്, ഹത്താ യസ്മഅ സൗത്ത് ഫലാ യൻസരിഫ് ഹത്താ യസ്മഅ സൗത്തൻ ഔ യജിദ് റിഹൻ. ഈ ഹദീസ് ഒരാൾ മനസ്സിലാക്കി ശബ്ദത്തിൽ പോയാൽ എന്താ ഒരു വുദു പോലും, മല്ലണ പോയാൽ വുദു പോകില്ല എന്ന് മനസ്സിലാക്കി. അത് ജഹലാണ്. അങ്ങനെ ഒരാൾ പോയി അതും ആ ജഹലോടുകൂടി ഒരാൾ നിസ്കരിച്ചു. അല്ലെങ്കിൽ വുദു മുറിഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല, വുദു ഉള്ള ആ കാര്യം ഓർമ്മയില്ല, അങ്ങനെ നിസ്കരിച്ചു. അങ്ങനെ നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിൻ്റെ ഹുക്ം എന്താണ്?
ലാ തസിഹു വഅലൈഹി അൽ-ഇആദ. എന്ത് വേണം? മറിച്ച് ഓൻ കുറ്റക്കാരനാകില്ല. അവൻ്റെ ദിമ്മത്തിൽ അതുണ്ടാവും, പക്ഷെ അതില്ല വേണ്ട കുറ്റക്കാരനാകില്ല. എന്തുകൊണ്ട്? റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. അതുപോലെ തന്നെ മറ്റേ ഹദീസ് റുഫിഅൽ ഖലമു അൻ സലാസ. അതിനെന്തുണ്ട്? ജഹലും ഖത്തലുണ്ട്. അൽ ഖതഅ വൻ നിസ്യാന വമസ്തുഇഹു അലൈഹി. അപ്പോൾ അവൻ്റെ കുറ്റക്കാരനാകില്ല, അവൻ ഇന്നും ഒഴിവായി കിട്ടും. പക്ഷെ എന്താണ്? നിസ്കാരം മാറ്റിസ്കരിക്കും. അതെന്താണ്? റസൂൽ മുത്തലഖൻ പറഞ്ഞത്. അവിടെ നിസ്യാനോ ജഹലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈദായി വെച്ചിട്ടില്ല. മുത്തലഖൻ എന്താണ്? റസൂൽ ഒരു നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല ഹത്താ യതവദ്ദ, അവൻ വുളു ചെയ്യുന്നത് വരെ. അപ്പം ആര് വുളു ഇല്ലാതെ നിസ്കരിച്ചാലും, നാസിയനാണെങ്കിലും ജാഹിലനാണെങ്കിലും അവൻ്റെ നിസ്കാരം എന്താണ്? ലാ തസിഹ്. മത്ബൂഅത്തായാലും വന്നിടം മാറ്റി നിസ്കരിക്കണം എന്നുള്ളതാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് റാജിഹാക്കുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹും അഭിപ്രായമാണ് റാജിഹാക്കുന്നത്. പിന്നെ ഒരാൾ നജസ് ശരീരത്തിലുള്ളത് മറന്നുകൊണ്ട് ഒരു ജഹല് കൊണ്ട് നിസ്കരിച്ചു. ആ നിസ്കാരത്തിൻ്റെ ഹുക്ം എന്താ? പിന്നെ നിസ്കാരത്തിന് ശേഷമാണ് അത് അറിഞ്ഞത്. യാദത്ത് വേണ്ട. കാരണം മറ്റേ ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുമായി നിസ്കരിക്കുമ്പോൾ റസൂൽ എന്ത് ചെയ്തു? ചെരുപ്പ് വെച്ച് മാറ്റി വെച്ചു. സഹാബാക്കൾ അങ്ങനെ തന്നെ ചെയ്തു, ചെരുപ്പ് വെച്ച് മാറ്റി വെച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബാക്കൾ റസൂൽ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ചെരുപ്പ് മാറ്റി വെച്ചത്? റസൂൽ, നിങ്ങൾ നിസ്കാരത്തിൽ ചെരുപ്പ് വെച്ച് മാറ്റി വെക്കുന്നത് കണ്ടു, നമ്മളും മാറ്റി വെച്ചു. അപ്പോൾ റസൂൽ പറഞ്ഞു, ജിബ്രീൽ അതാനി ഔ അഖ്ബറനി അന്ന ഫീഹിമാ ഖദറൻ ഫഖലഅതുഹുമാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിസ്കാരം മാറ്റി നിസ്കരിക്കാനോ അത് സഹിയായിട്ടില്ല എന്നോ പറഞ്ഞിട്ടില്ല. അപ്പം നാസിയനോ നിസ്യാനോ ജഹലോ കൊണ്ട് നജസ് ഉണ്ടായതുകൊണ്ട് നിസ്കരിച്ചാൽ പിന്നീട് അത് എന്തായ ഓർമ്മയായിരുന്നില്ല, നിസ്കാരം മാറ്റില്ല. പക്ഷെ തഹാറത്തില്ലാതെ നിസ്കരിച്ചാൽ നിസ്കാരം നേടാം. അടുത്ത ചർച്ച ഈ ഹദീസിലേക്ക് വരുന്നത്, ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സ്വലാത്ത് അഹദിക്കുന്ന വന്നു. അപ്പോൾ നിസ്കാരത്തിന് വുദൂ ഷർത്താണ്. മറ്റേതൊക്കെ ഇബാദത്തുകൾക്കാണ് വുദൂ ഷർത്ത് എന്നത്? തവാഫിന് സഹീഹായ അഭിപ്രായ പ്രകാരം തവാഫിന് വുദൂ ഷർത്തല്ല. അതിൻ്റെ സഹീഹായിട്ടുള്ള ഹദീസും അതിനെ അറിയിക്കുന്നില്ല. ഒരു ഷർത്ത് ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാർ ഉദ്ധരിക്കുന്ന ഹദീസ് എന്താ? الطواف بالبيت صلاة إلا أن الله أباح فيه الكلام. ആ ഒരു ഹദീസാണ് അതിന് തെളിവായിട്ട് ഷർത്ത് ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാർ ഉദ്ധരിക്കുന്ന ഹദീസ്. ശരിയായ രീതിയിൽ എന്തില്ല, ഈ കലാമ് മാത്രമാണോ നിസ്കാരത്തിൽ ഹറാമായത്, തവാഫിൽ ഹലാലാകുന്നത്? അല്ല, മറിച്ച് നിസ്കാരത്തിൽ അലക്കുൽ വശൂർ നിസ്കാരത്തിൽ ഹറാമാണ് അല്ലേ? അൽ ഇൽത്തിഫാത്ത് നിസ്കാരത്തിൽ ഹറാമാണ്, കറാഹത്താണ്. പക്ഷെ തവാഫിലാകുമ്പോൾ ഇല്ല. ഖിബിലക്ക് തിരിയലോ ഖിബിലയിൽ നിന്ന് തിരിയലോ നിസ്കാരത്തിൽ ഹറാമാണ്. മനഃപൂർവ്വം ഖിബിലയിൽ നിന്ന് തിരിയൽ നിസ്കാരത്തിൽ ഹറാമാണ്. തവാഫിലാകുമ്പോൾ ജായിസാണ്. അപ്പോൾ അത് മാത്രമല്ല എന്തുള്ളത്, വ്യത്യാസമുള്ളത്. മറ്റുള്ള പല അഹ്കാമുകളിലും തവാഫും സ്വലാത്തും വ്യത്യാസമുണ്ട്. പക്ഷേ ശൈഖുൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ മസല അദ്ദേഹം പറഞ്ഞിട്ട്, അപ്പം നിസ്കാരത്തിൽ തവാഫിൽ തഹാറത്ത് ഷർത്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇല്ല എന്നുള്ളതാണ് നമ്മൾ റാജിഹായ അഭിപ്രായം. കാരണം ജനങ്ങൾക്കിടയിൽ അത് നിർബന്ധിപ്പിച്ച് പറയൂല. കാരണം ജനങ്ങളെന്താണ്, അത് ഏത് സമയത്ത് നമ്മൾ പറയാം, ജനങ്ങൾ തവാഫിനിടയിൽ വുളു പോയി, അപ്പോൾ തിരിച്ചു പോയാൽ എന്ത് ചെയ്യും, തവാഫ് ബാത്തിലായി. പിന്നെ വുളു ചെയ്ത് വന്നാൽ വീണ്ടും തവാഫ് ചെയ്യണം, ഇസ്തിനാഫ് ചെയ്യണം, തുടങ്ങണം, ആരംഭത്തിലെ തുടങ്ങണം. അങ്ങനെയുള്ള അവസരത്തിൽ ജനങ്ങൾക്ക് എളുപ്പമാക്കാൻ വേണ്ടി എന്ത് ചെയ്യും, തവാഫിന് ഷർത്ത് തഹാറത്ത് ഷർത്തില്ല എന്ന് പറയും. മറിച്ച് ഒരു കാര്യത്തിൽ ഒരു വിവാദത്തിൽ ഒരു ഷർത്തുകൾ പറയുമ്പോൾ അതിനെന്ത് വേണം, വ്യക്തമായ ദലീൽ വേണം. ദലീലില്ലാതെ ഒരു വിവാദത്തിൽ എന്തില്ല, സ്ഥിരപ്പെടില്ല. വിവാദത്തിന് ഷർത്ത് ദലീലില്ലാതെ സ്ഥിരപ്പെടില്ല.
അതിന് സഹീഹായ ഒരു ഹദീസോ ഖുർആൻ ആയത്തോ തവാഫിന് തഹാറത്ത് ഷർത്തുണ്ട് എന്നതിനെ അറിയിക്കുന്നില്ല എന്നതാണ് നമ്മുടെ പേര്. ഇനി അറിയിക്കുന്നതായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞ ഈ ഹദീസ് അതിന് അത്രാണ്ട് യോജിക്കുകയുമില്ല എന്നുള്ളതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അതുപോലെ തന്നെ ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ അഭിപ്രായം. അത് ഒരു വജ്ഹ് പറയുന്നത് തഹിയ്യത്തുൽ മസ്ജിദ് ഉണ്ടല്ലോ, നമ്മൾ പള്ളിയിൽ കയറിയ തഹിയ്യത്തുൽ മസ്ജിദ് ഉണ്ട്. കാബത്തുള്ളതിലേക്ക് പോയാൽ തഹിയ്യത്ത് എന്താണ്? തവാഫ്. അവിടെ തവാഫാണ് തഹിയ്യത്ത്. ആ രീതിയിലാണ് തശ്ബീഹ് ആക്കുന്നത് എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അല്ലാഹു അഅലം. രണ്ടാമത്തെ ഒരു ഇബാദത്തിനെന്തില്ല, വുദൂ ശർത്താക്കപ്പെട്ടിട്ടില്ല. അടുത്തത് ഖുർആനോത്താണ്. ഖുർആനോത്തിൻ്റെ വിഷയം. അതിൽ ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹിയുടെ അഭിപ്രായം, മുസ്ഹഫ് തൊടാൻ അംർ ഇബ്നു ഹസ്ബ് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി കൊടുത്ത കിതാബ് എന്താണ്? ഹദീസ് ലാ യമുസ്സുൽ ഖുർആന ഇല്ലാ താഹിർ. ആ താഹിർ രണ്ട് രീതിയിലാണ് ആ ഹദീസിന് ഇതുള്ളത്. ഒന്ന് ആ ഹദീസിൻ്റെ സിഹത്തിൻ്റെ വിഷയത്തിലാണ്. അതുകൊണ്ട് അത് മുർസലാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മുർസലിൻ്റെ ഹുക്മ് ദഈഫാണ്, ലാ യുഅമലു ബിഹി. ഹദീസ് മുർസലാണ് സ്ഥിരപ്പെട്ട. രണ്ടാമത്തത് അതിൻ്റെ മദ്ലൂലിൻ്റെ വിഷയത്തിലാണ്, ദലാലത്തിൻ്റെ വിഷയത്തിലാണ്. ആ താഹിർ എന്ന വാക്ക് എന്തിനാ അറിയിക്കുന്നു? ഒരു വിഭാഗം പഠിച്ച് പറയുന്നത് മുഅ്മിനെയാണ് അറിയിക്കുന്നത്. മുഅ്മിൻ കാരണം യമനിലേക്കാണ് അയക്കുന്നത് കത്ത്. അന്ന് യമനിൻ്റെ അവസ്ഥ മുഅ്മിനീങ്ങളും കാഫിരീങ്ങളും അവിടെ എന്തുണ്ട്, താമസക്കാരായിട്ടുണ്ട്, ജനങ്ങൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അത് മുഅ്മിനീങ്ങൾ മാത്രമാണ് അത് തൊടാൻ പാടുള്ളൂ എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. പക്ഷേ അവിടെ ഖുർആൻ്റെയും ഹദീസിൻ്റെയും മറ്റെല്ലാ നസ്സുകളും പരിശോധിച്ചാൽ മുഅ്മിൻ എന്ന വാക്കിനെ അറിയിക്കാൻ ഒരിക്കലും എന്തിട്ടില്ല, താഹിർ എന്ന വാക്ക് എവിടെയും ഉപയോഗിച്ചിട്ടില്ല. അതിന് പിന്നെ അവർ തെളിവാറ്റി ഉദ്ധരിക്കുന്ന ഹദീസാണ് ഇന്നൽ മുഅ്മിന ലാ യൻജുസ് എന്ന ഹദീസാണ് ഉദ്ധരിക്കുന്നത്. അപ്പം റസൂലിന് മുഅ്മിൻ എന്ന് വാഹനമായിട്ട് പറയാമായിരുന്നു. കാരണം എല്ലായിടത്തും ഈമാനുള്ള ആൾക്കാർക്ക് എന്താണ് മുഅ്മിനെന്നേ പറഞ്ഞിട്ടുണ്ട്. വേറൊരു വാക്ക് ഖുർആനോ ഹദീസോ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് അഹ്വത്ത് വൽ ഔല ഖുർആൻ തൊടുന്ന സമയത്ത് മസ്റുൽ ഖുർആന് വുളൂ ചെയ്യൽ എന്താണ് അഹ്വത്താണ് എന്നേ പറയാൻ പറ്റും. മറിച്ച് ഷർത്തായി പറയാൻ യാതൊരു നിർവാഹവും ഇല്ല. അത് ഖുർആൻ്റെ ആയത്തല്ല, അത് പല അഭിപ്രായമാണ്. ഖുർആൻ്റെ ആയത്തിൽ അത് മലക്കുകളാണ്, അതുപോലെ തന്നെ അത് ലൗഹുൽ മഹ്ഫൂദാണെന്ന അഭിപ്രായമുണ്ട്. അത് മലക്കുകളായിട്ടാണ് അഭിപ്രായം. ഇഖ്ബാറായിട്ടാണ് അറിയിക്കുന്നത്. ഇതിൻ്റെല്ല ഇഖ്ബാറാണ്, നഹിയല്ല. അത് ലൗഹുൽ മഹ്ഫൂദാണെന്നുള്ള അഭിപ്രായങ്ങളുണ്ട് തഫ്സീറിലുണ്ട്. പിന്നെ അദ്ദേഹം മുസ്ഹഫിൻ്റെ ഇതാണ് പറയുന്നത്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ചെറിയ കുട്ടികൾക്ക് പഠിക്കുന്ന സമയത്ത് ഖുർആൻ ഉപയോഗിക്കുമ്പോൾ വുളൂ വേണോ, അത് വുളൂ ചെയ്യാൻ നിർബന്ധിപ്പിക്കണോ? അപ്പം ചെറിയ കുട്ടികളുണ്ടല്ലോ, അവരെ നിർബന്ധിപ്പിക്കേണ്ട. ഇത് കുറച്ച് മുതിർന്ന ബാലികായ കുട്ടികളാണെങ്കിൽ അവരെ നിർബന്ധിപ്പിക്കലാണ് നല്ലത്. അതൊരു നല്ല അദബായി, ഖുർആനോടുള്ള അദബായിട്ടും പരിഗണിക്കും. അത് നിർബന്ധിപ്പിക്കണം എന്ന് തന്നെയാണ്. ഇനി ഖുർആൻ വിൽക്കുന്നിടത്ത് അല്ലെങ്കിൽ ഖുർആൻ പ്രിൻ്റ് ചെയ്യുന്ന സ്ഥലത്ത് അവിടെയൊക്കെ മുശ്രിക്കായ ആൾക്കാർ ജോലിക്കുണ്ടെങ്കിൽ അതെന്താണ്, തീർത്തും തെറ്റാണ്, അത് അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അടുത്ത ഷർത്ത്, ആറാമത്തെ ഫായിദായിട്ട് അദ്ദേഹം പറയുന്നത് അൽ ഇസ്തിൻജാഉ ലൈസ ശർത്തൻ ലിൽ വുദൂ. അത് മസല അൽ ഇസ്തിൻജാഉ ലൈസ ശർത്തൻ ലിൽ വുദൂ. ഒരാൾ ബാത്റൂമിൽ പോയി ഇസ്തിൻജായിൻ്റെ മുമ്പ് വുദൂ ചെയ്തു. ആ വുദൂവിൻ്റെ ഹുക്ം എന്താണ്? നമ്മളവിടെ രാജ്യമാക്കിയത് ഷഹ്വത്തോടുകൂടി മസ്ജിദ് ദക്കർ ഉണ്ടായാലേ എന്താവുള്ളൂ, വുദൂ മുറിയിലുള്ളൂ. അപ്പോൾ ഒരാൾ ഇസ്തിൻജായിൻ്റെ മുമ്പ് വുദൂ ചെയ്തു, മസല ശ്രദ്ധിക്കണം. ആ വുദൂവിൻ്റെ ഹുക്ം എന്താണ്? ആ വുദൂവിലുള്ള നിസ്കാരത്തിൻ്റെ ഹുക്ം എന്താണ്? ഇസ്തിൻജ എന്തല്ല, വുദൂവിൻ്റെ ഷർത്തല്ല. അപ്പോൾ അത് വുദൂവിൻ്റെ ഹുക്ം എന്താണ്? സഹിഹാണ്. അപ്പോൾ ഇസ്തിൻജാൻ്റെ മുമ്പ് ഒരാൾ വുദൂ ചെയ്ത് ആ വുദൂയോട് നിസ്കരിച്ചാൽ നിസ്കാരം എന്താണ്? സഹിഹാണ് എന്നുള്ളതാണ് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക്
മനസ്സിലാക്കുന്നത്. കാരണം റസൂൽ ഹത്താ യതവദ്ദഅ എന്നേ പറഞ്ഞിട്ടുള്ളൂ, വുളൂ ചെയ്യാം. ഏത് രീതിയിൽ എന്താ ചെയ്യാൻ വുളൂ ചെയ്യാം? ഗായത്തുണ്ട്, ബൗലുണ്ട്, എന്തുണ്ട്. പക്ഷെ അസറിന് നജസ് നീക്കണം. അത് നിസ്കാരത്തിൻ്റെ ശബ്ദമായിട്ട് വരിക. കാരണം അത് എന്തല്ല വുളൂവിൻ്റെ അവയവങ്ങളല്ല. വുളൂവിൻ്റെ അവയവങ്ങളുടെ നജസ് വുളൂ ചെയ്യുമ്പോൾ നീക്കണം. അല്ലാത്ത സ്ഥലത്തിൻ്റെ നിസ്കാരത്തിൻ്റെ ശബ്ദമാണ് നീക്കുക. വുളൂവിനത് ബാധിക്കുന്നില്ല. അപ്പോൾ ഇസ്തിൻജാൻ്റെ മുമ്പ് ഒരാൾ വുളൂ ചെയ്ത്, ഇസ്തിജ്മാറിൻ്റെ മുമ്പ് ഒരാൾ വുളൂ ചെയ്താൽ ആ വുളൂവിൻ്റെ ഹുക്ം എന്താണ്? സഹിഹാണ്. പിന്നെ അങ്ങനത്തെ ഒരാൾ പിന്നെ ഇസ്തിൻജാ മറന്നു, അങ്ങനത്തെ നിസ്കാരത്തിൻ്റെ ഹുക്ം എന്താണ്? അവിടെ ശുദ്ധി ഉണ്ടെങ്കിൽ, വൃത്തി ഉണ്ടെങ്കിൽ നിസ്കാരം സഹിഹാണ്. അപ്പോൾ മസല എന്ത് ചെയ്യണം? ശരിക്കും വേർതിരിച്ച് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാം. വളരെ ദഖീഖായ ഇൽമാണ് ഫിഖ്ഹിൻ്റെ മസ്അലകളാണ് ഇതൊക്കെ എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അടുത്ത ഹത്താ യതവദ്ദഅ എന്നാണ് പറഞ്ഞത്. യതവദ്ദഅ ഒരാൾ വുളൂ ചെയ്യുന്നത് വരെ. അപ്പം ഒരാൾ മറ്റൊരാൾക്ക് വുളൂ ചെയ്ത് കൊടുത്താൽ ആ വുളൂവിൻ്റെ ഹുക്ം എന്താണ്? വാക്കുകൾ ശ്രദ്ധിക്കണം. ഒരാൾ പറയാണ് ഹത്താ യതവദ്ദഅ എന്നാണല്ലോ റസൂൽ പറഞ്ഞത്. അപ്പം വുളൂ ചെയ്യുക എന്നാണ് അർത്ഥം. ഒരാളാണ് ഫായിൽ, ആ മുതവദ്ദിഅാണ് ഫായിൽ. ഇനി ഒരാൾക്ക് വുളൂ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഹുക്ം എന്താണ്? ആ വുളൂ സഹീഹാണോ? വുളൂ എന്താണ്? സഹീഹ. അത് നമുക്ക് ആരോഗ്യമുള്ള കാലത്താണെങ്കിലും ആരോഗ്യമില്ലാത്ത കാലത്താണെങ്കിലും ആ വുളൂ സഹീഹാണ്. അത് ഇബാദത്തിന് പകരമാണ്. കാരണം വുളൂ ഇബാദത്താണ്. അത് ആ ചെയ്തു കൊടുക്കൽ എന്തല്ല, ഇസ്തിആനത്ത് എന്തല്ല, വുളൂ ഇബാദത്തിന് പകരമാകൂല. ഇബാദത്ത് ചെയ്ത് പോകണം. മറിച്ച് ഇബാദത്തിന് പകരമാകെങ്ങനെയാണ്? എൻ്റെ പകരം നീ വുളൂ ചെയ്തോ. അങ്ങനെ എൻ്റെ പകരം മറ്റൊരാൾ വുളൂ ചെയ്യുമ്പോഴാണ് അത് ഇബാദത്തിന് പകരമാകുക. മറിച്ച് എന്നെ വുളൂ ചെയ്യാൻ സഹായിക്കുക എന്നുള്ളത് എന്താണ്? അനുവദിക്കപ്പെട്ടതാണ്. ആ വുളൂ സഹീഹാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്രയും ഫായിദകളാണ് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ ഹദീസിൽ പറയുന്നത്. ഇപ്പോൾ ഹദീസ് എന്താണ്? ഇന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചെയ്ത ഹദീസാണ്. മറ്റൊരു കാര്യം, നമ്മൾ തവാഫിൻ്റെ ഇത് പറഞ്ഞല്ലോ. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ വാക്ക് ഇഫ്അലി മാ യഫ്അലുൽ ഹാജ് ഗൈറ അല്ലാ തതൂഫി ബിൽ ബൈത്ത്. ആ ഹദീസും അതുപോലെ തന്നെ ഹഫ്സ റളിയല്ലാഹു സഫിയ റളിയല്ലാഹു അൻഹയ്ക്ക് ഹൈലായപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചല്ലോ അഹാബിസതുനാ ഹിയ, നമ്മൾ മുന്നോട്ട് പോകാതെ അവിടെ കാത്തിരിക്കേണ്ടി വരുമോ തവാഫ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്? തഹൂറായി തവാഫ് പൂർത്തിയാക്കാൻ വേണ്ടി അവിടെ കാത്തിരിക്കേണ്ടി വരുമോ എന്ന് റസൂൽ ചോദിച്ചു. ഈ രണ്ട് ഹദീസാണ് എന്ത്? തവാഫിന് തഹാറത്ത് ഷർത്താണ് എന്ന് പറയാൻ ഉദ്ധരിക്കുന്നത്. മറ്റത് രണ്ടാണ്, അത് രണ്ടും ഹൈദാണ്. ഹൈദും ഹദത്തിന് എന്ത് ചെയ്യാൻ പാടില്ല, യോജിപ്പിക്കാൻ കഴിയില്ല. യാതൊരു രീതിയിൽ എന്തല്ല ഒരു മസലാക്കിയിട്ട് ഖിയാസാക്കാൻ പറ്റൂല എന്നുള്ളത് തന്നെയാണ് സഹീഹായ അഭിപ്രായം. അപ്പോൾ ഈ രണ്ട് ഹദീസ് എന്തില്ല, അത് ഹൈദിൻ്റെ വിഷയമാണ്. അത് നവാഖിദുൽ വുദു അല്ല, തഹാറത്തുമായി ബന്ധപ്പെട്ട കാര്യമല്ല, ഹദത്തിനെ സംബന്ധിച്ച കാര്യമല്ല. അത് രണ്ടിനെയും വേർതിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ മൂന്ന് കാര്യങ്ങളാണ്. തവാഫിന് അവർ തെളിവായിട്ട് ഉദ്ധരിക്കുന്ന, തഹാറത്ത് തെളിവായിട്ട് ഉദ്ധരിക്കുന്ന മൂന്ന് ഹദീസാണത്. ഒന്ന് സഫിയ റളിയല്ലാഹുവിൻ്റെ സംഭവം, രണ്ട് ആയിഷ റളിയല്ലാഹുവിൻ്റെ സംഭവം, മൂന്ന് റസൂൽ ഖിയാസാക്കിയ, ഒന്നിനെ തുല്യപ്പെടുത്തിയ തശ്ബീഹാക്കിയ ആ ഹദീസ്. ഈ മൂന്ന് ഹദീസും തവാഫിന് തഹാറത്ത് ഷർത്താണ് എന്ന് പറയാൻ പറ്റുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഹദീസിൽ മനസ്സിലാക്കുന്നത്. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.